ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന സെംനാൻ പ്രവിശ്യ. അവിടുത്തെ ദാഷ്ത് ഇ കവീർ മരുഭൂമിയിൽ കാറ്റുവീശുന്നത് മണൽക്കുന്നുകളെ തഴുകിക്കൊണ്ടാണ്. എന്നാൽ 2025 അവസാന പാദങ്ങളിൽ ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളിൽ വിക്ഷേപണത്തറയിൽ കിലോമീറ്ററുകളോളം നീളുന്ന കറുത്ത പാടുകൾ തെളിഞ്ഞു കണ്ടു. ഇത് കേവലം ഒരു സാധാരണ റോക്കറ്റ് അല്ല, മറിച്ച് ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തോടെ ആകാശത്തേക്ക് കുതിച്ച ഒരു രാക്ഷസന്റെ അടയാളമായിരുന്നു. ഖായം 100. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ബഹിരാകാശ ഗവേഷണത്തിലെ നാഴികക്കല്ല് എന്നാണ്. എന്നാൽ പെന്റഗണിലെയും മൊസാദിലെയും അനലിസ്റ്റുകൾക്ക് ഇത് വെറുമൊരു വാർത്തയല്ല, ഇതൊരു റെഡ് അലേർട്ടാണ്. ബഹിരാകാശ വാഹനങ്ങളെന്നും യുദ്ധ മിസൈലുകളെന്നും വിളിക്കപ്പെടുന്നവ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഖായം എന്ന പേരിൻ്റെ അർത്ഥം ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. എന്നാൽ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ തന്ത്രങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ഭയപ്പെടുന്നത് ഖായമിൻ്റെ ഇന്ധനത്തെക്കുറിച്ചാണ്. സാധാരണ സ്പേസ് റോക്കറ്റുകൾ ദ്രവ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. വിക്ഷേപണത്തിന് തൊട്ടു മുമ്പ് മണിക്കൂറുകളോളം എടുത്താണ് ഇന്ധനം നിറയ്ക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങൾക്ക് ഈ ഒരുക്കം കൃത്യമായി കാണാൻ സാധിക്കും. അതായത് ഒരു ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുകയാണെങ്കിൽ ലോകത്തിന് അത് മുൻകൂട്ടി അറിയാം. ദ്രവ ഇന്ധന എഞ്ചിനുകൾ എപ്പോൾ വേണമെങ്കിലും നിർത്താനും വീണ്ടും തുടങ്ങാനും സാധിക്കും. ഇത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ഉചിതമാണ്. ഇവിടെയാണ് ഖായം അപകടകാരിയാകുന്നത്. ഇതിനെ ഒരു ഫയർ ക്രാക്കർ പോലെ കാണാം. ഒരിക്കൽ തീ കൊളുത്തിയാൽ അത് നിർത്താൻ കഴിയില്ല. ഇന്ധനം നേരത്തെ തന്നെ റോക്കറ്റിനുള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ടാകും. ഒരു ബട്ടൺ അമർത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാം. ലിക്വിഡ് റോക്കറ്റുകൾ വിക്ഷേപണ തറയിൽ നിശ്ചിത സ്ഥാനത്ത് വെച്ച് മാത്രമേ വിക്ഷേപിക്കാനാവൂ. എന്നാൽ സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ ട്രക്കുകളിൽ കയറ്റി എവിടെയും കൊണ്ടുപോകാം. ഇറാന്റെ പക്കൽ പർവ്വതങ്ങൾക്കുള്ളിൽ 100 കണക്കിന് കിലോമീറ്റർ നീളമുള്ള മിസൈൽ സിറ്റികളുണ്ട്. ഖായം പോലുള്ള ഖര ഇന്ധന മിസൈലുകൾ ഈ തുരങ്കങ്ങളിൽ നിന്ന് പെട്ടെന്ന് പുറത്തെടുത്ത് വിക്ഷേപിച്ച് തിരികെ ഒളിപ്പിക്കാം. ഖായം റോക്കറ്റ് പരമ്പരയെ വെറുമൊരു ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ നിന്നും ലോകം ഭയക്കുന്ന ഒരു ഭൂഖണ്ഡാന്തര മിസൈലായി മാറ്റുന്ന പ്രധാന ഘടകം അതിൻ്റെ 1ാം ഘട്ട എഞ്ചിനായ റഫേയാണ്. ഇതിന് പിന്നിലെ സാങ്കേതിക വിദ്യ കേവലം എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇറാന്റെ സൈനിക തന്ത്രങ്ങളുടെ പരിവർത്തനം കൂടിയാണ്. പരമ്പരാഗതമായി റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും പുറംചട്ട നിർമ്മിക്കുന്നത് അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ അലോയികൾ കൊണ്ടാണ്. എന്നാൽ റാഫേ മോട്ടറിൽ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാർബൺ ഫൈബർ കോമ്പസിറ്റുകളാണ്. എന്താണ് ഇതിൻ്റെ മെച്ചം? സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി കരുത്തുള്ളതും എന്നാൽ ഭാരത്തിൽ 4/1 മാത്രമുള്ളതുമാണ് കാർബൺ ഫൈബർ. ഒരു മിസൈലിൻ്റെ ഭാരം കുറയുമ്പോൾ ബാക്കി വരുന്ന ഭാരശേഷി പൂർണ്ണമായും ഇന്ധനത്തിനോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾക്കോ ഉപയോഗിക്കാൻ സാധിക്കും. ഖര ഇന്ധനം കത്തുമ്പോൾ എഞ്ചിനുള്ളിൽ അതിഭീകരമായ മർദ്ദം അനുഭവപ്പെടും. സാധാരണ ലോഹങ്ങൾ ഈ മർദ്ദത്തിൽ ഉരുകുകയോ വിള്ളൽ വീഴുകയോ ചെയ്യാം. എന്നാൽ കാർബൺ ഫൈബർ ഈ മർദ്ദത്തെ അസാധാരണമാംവിധം പ്രതിരോധിക്കുന്നു. റാഫേ മോട്ടറിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം അതിൻ്റെ 68 ടൺ ത്രസ്റ്റാണ്. ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റിനെ ആകാശത്തേക്ക് ഉയർത്താൻ ആവശ്യമായ തള്ളൽ ശക്തിയാണിത്. ലോകത്തെ മുൻനിര ഭൂഖണ്ഡാന്തര മിസൈലുകൾക്ക്, ഉദാഹരണത്തിന് US മിനിറ്റ്മാൻ 3 അല്ലെങ്കിൽ റഷ്യൻ യാർസിനോ സമാനമായ ത്രസ്റ്റ് കരുത്താണ് റാഫേ പ്രദർശിപ്പിക്കുന്നത്. ഇത്രയും വലിയ കരുത്ത് ലഭിക്കുന്നതോടെ റോക്കറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലേക്ക് കുതിക്കുന്നു. ഇത് ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് മിസൈലിനെ ട്രാക്ക് ചെയ്യാനുള്ള സമയം കുറയ്ക്കുന്നു. റാഫേ മോട്ടറിൻ്റെ മറ്റൊരു രഹസ്യം അതിൻ്റെ നോസിലുകളാണ്. സാധാരണ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ എഞ്ചിൻ്റെ പുറകിലെ നോസിലുകൾ ചലിപ്പിക്കാൻ സാധിക്കും. വിക്ഷേപണ സമയത്ത് മിസൈലിൻ്റെ ദിശ കൃത്യമായി നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി മിസൈലിനെ വളയ്ക്കാനും തിരിക്കാനും സാധിക്കുമെന്നത് ഇതിനെ ഒരു കൃത്യതയാർന്ന ആയുധമാക്കി മാറ്റുന്നു. പ്രതിരോധ വിദഗ്ധർ ഈ സാങ്കേതിക വിദ്യയെ ഡുവൽ യൂസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഈ റാഫേ മോട്ടറിന് മുകളിൽ ഒരു ചെറിയ ഉപഗ്രഹം ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ നാളെ ആ സ്ഥാനത്ത് 500 മുതൽ 1000 കിലോ വരെ ഭാരമുള്ള ഒരു ആണവ മുന പ്രതിഷ്ഠിക്കാൻ ഇറാന് വലിയ പ്രയാസമുണ്ടാകില്ല. കാർബൺ ഫൈബർ നിർമ്മാണം അതീവ രഹസ്യമായി ചെറിയ ലാബുകളിൽ പോലും ചെയ്യാൻ സാധിക്കും. വലിയ ഫാക്ടറികൾ ആവശ്യമില്ലാത്തതിനാൽ അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾക്ക് ഇത് കണ്ടെത്തുക പ്രായോഗികമായി അസാധ്യമാണ്. ചുരുക്കത്തിൽ റാഫേ മോട്ടർ എന്നത് ഇറാന്റെ ബഹിരാകാശ മോഹങ്ങളല്ല, മറിച്ച് ഭൂഖണ്ഡങ്ങൾ താണ്ടി ആയുധമെത്തിക്കാനുള്ള അവരുടെ സൈനിക ശേഷിയുടെ നട്ടെല്ലാണ്. ഈ മോട്ടോർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് പുറത്തുവിടുന്ന പുകയേക്കാൾ വലിയ ഭീതിയാണ് വാഷിംഗ്ടണിലും തെൽ അവീവിലും പടരുന്നത്.
ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഖായം വരുത്തിയ വിപ്ലവം അതിൻ്റെ ദൂരപരിധിയിലാണ്. പണ്ട് 300 മുതൽ 500 കിലോമീറ്റർ വരെ മാത്രം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്ന മിസൈലുകളിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ താണ്ടാൻ ശേഷിയുള്ള കരുത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഇറാന്റെ പരമ്പരാഗത മിസൈലുകളായ ഖൈബർ, സെജ്ജിൽ എന്നിവയുടെ പരിധി ഏകദേശം 2000 കിലോമീറ്ററാണ്. ഇത് ഇസ്രയേലിനെയും മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങളെയും ലക്ഷ്യം വെക്കാൻ പ്രാപ്തമാണ്. എന്നാൽ ഖായം 100ന് ശേഷമുള്ള പതിപ്പുകൾ, അതായത് ഖായം 105, 110, 120 തുടങ്ങിയവ ഈ പരിധി 5000 കിലോമീറ്റർ മുകളിലേക്ക് ഉയർത്തുന്നു. ഒരു ഉപഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ആവശ്യമായ അതേ ഊർജം ഉപയോഗിച്ച് ഒരു മിസൈൽ തൊടുത്തുവിട്ടാൽ അത് ഭൂമിയിൽ 5000 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്ത് പതിക്കും. അതായത് ഖായം ഒരു സ്പേസ് റോക്കറ്റായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് പരോക്ഷമായി ഒരു ICBM ആയി പരീക്ഷിക്കപ്പെടുകയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സൈനിക വിന്യാസത്തെ ഖായം അടിമുടി ഉലയ്ക്കുന്നു. ഖത്തറിലെ അല്ലുദൈദ്, ബഹ്റിനിലെ US നേവിയുടെ 5th ഫ്ലീറ്റ്, കുവൈത്തിലെ ക്യാമ്പ് അരിഫ്ജാൻ എന്നിവയെല്ലാം ഇപ്പോൾ തന്നെ ഇറാന്റെ വിരൽത്തുമ്പിലാണ്. ഖായമിന്റെ ഖര ഇന്ധന സാങ്കേതിക വിദ്യ കാരണം മിസൈൽ വരുന്നത് തിരിച്ചറിയാൻ US റഡാറുകൾക്ക് ലഭിക്കുന്ന സമയം വെറും 5 മുതൽ 10 മിനിറ്റ് മാത്രമാണ്. ജർമ്മനിയിലെ റാംസ്റ്റെയിൻ എയർബേസ്, ഇറ്റലിയിലെ നേപ്പിൾസ് എന്നിവ ഖായമിന്റെ ദൂരപരിധിയിൽ വരുന്നു. ഇത് നാറ്റോ സഖ്യരാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഡീഗോ ഗാർഷ്യ പോലെയുള്ള തന്ത്രപ്രധാനമായ US സൈനിക കേന്ദ്രങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ല. അടുത്തിടെ അവിടേക്കുണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ ഇത് തെളിയിക്കുന്നു. അമേരിക്കയുടെ പക്കലുള്ള പാട്രിയോട്ട്, താഡ് എന്നീ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. എന്നാൽ ഖായമിന്റെ പ്രത്യേകതകൾ ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഖായം കൈവരിക്കുന്ന അതിഭീകരമായ വേഗത പ്രതിരോധ മിസൈലുകൾക്ക് അതിനെ തടയുന്നത് അസാധ്യമാക്കുന്നു. ഖായം മിസൈലുകൾ ട്രക്കുകളിൽ കയറ്റി ഇറാനിലെ ഏത് മലയിടുക്കുകളിൽ നിന്നും വിക്ഷേപിക്കാം. വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയാത്തതിനാൽ US-ന് മുൻകൂർ ആക്രമണം നടത്താനും കഴിയില്ല. ഈ ദൂരപരിധി വർധനവ് കേവലം സൈനികമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിലപേശൽ കൂടിയാണ്. യൂറോപ്പിനെ ലക്ഷ്യം വെക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നതിലൂടെ ഉപരോധങ്ങൾ നീക്കാനോ അല്ലെങ്കിൽ ആണവ കരാറുകളിൽ മേൽക്കൈ നേടാനോ ഇറാന് സാധിക്കും. അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAE-യും ഇപ്പോൾ തങ്ങളുടെ സുരക്ഷാ മുൻഗണനകൾ പുനർചിന്തനം ചെയ്യുകയാണ്. ലോകം ഇറാനെ നിരീക്ഷിക്കുന്നത് വെറും വാർത്തകളിലൂടെ അല്ല, മറിച്ച് ഭൂമിക്ക് മുകളിൽ കിലോമീറ്ററുകളോളം ഉയരത്തിൽ കറങ്ങുന്ന അതീവ ശേഷിയുള്ള ചാര ഉപഗ്രഹങ്ങളിലൂടെയാണ്. പ്ലാനറ്റ് ലാബ്സ്, മാക്സർ തുടങ്ങിയ കമ്പനികൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ഖായം പദ്ധതിയുടെ രഹസ്യങ്ങൾ ഓരോന്നായി വെളിച്ചത്ത്